പല ഇൻഫ്ലുവൻസേഴ്സും പല സെലിബ്രിറ്റീസൊക്കെ മിണ്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ആണ് രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ള, ജാൻമണിയെ പോലെയുള്ള, ഒരുപാട് വിസ്മയ മോഹൻലാലിനെ പോലെയുള്ള, അതായത് ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒരൊറ്റ പ്രസ്താവനയുടെ പേരിലോ ഒരൊറ്റ ദിവസത്തിൻ്റെ കാഴ്ചപ്പാടിലോ അല്ല. ഡോക്ടർ റോബിൻ, അഖിൽ മാരാർ, അവരൊക്കെ ഇന്നത്തെ വിദ്യാർത്ഥികളാണ്, നാളത്തെ ഉദ്യോഗാർത്ഥികൾ. അവരുടെ ആ സേഫ്റ്റിയെക്കുറിച്ചുള്ള കൺസേണും നമുക്ക് പൊതുസമൂഹത്തിന് അത്യാവശ്യമാണ്. കണ്ടന്റ് കൊടുക്കുന്നതിൽ ബിഗ് ബോസ് താരങ്ങൾ മുന്നിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരറിഞ്ഞോ അറിയാതെയോ. എയറിലാവുന്ന ബിഗ് ബോസ് താരങ്ങളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഓരോ കോൺട്രവേഴ്സിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരുപാട് ഉണ്ട്. ചില പേഴ്സണൽ വിഷയങ്ങളുണ്ട്, ചിലത് പബ്ലിക്കാണ്. ഓക്കെ, നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഏറ്റവും അടുത്ത് പേളിമാണിയാണ് എയറിലായിരിക്കുന്നത്. പേളിമാണിയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് സീസൺ 1 ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്. ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിന്നറാകും എന്ന് പോലും ഒരുപാട് പേർ വിചാരിച്ചിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ്, ഒരുപാട് പ്രേക്ഷക പിന്തുണയുണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റ്. ലാസ്റ്റ് സമയത്തെ ആ ഒരു അട്ടിമറിയിൽ നമ്മുടെ സാബുമോൻ വിന്നറായെങ്കിലും പേളിമാണിക്ക് ഇപ്പോഴും എനിക്ക് കിട്ടിയ പ്രേക്ഷക പിന്തുണ ഒരു പരിധി വരെ കീപ്പ് ചെയ്യാനും ആ ഒരു ഇഷ്ടം അതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോയി തൻ്റെ കരിയറിലേക്ക് അത് ഉപകാരപ്പെടുത്താനും ഹാർഡ് വർക്കിംഗ് ആയിട്ട് ക്രിയേറ്റീവായിട്ട് സ്വന്തം യൂട്യൂബ് ചാനലാവട്ടെ, പേളിമാണി ഷോ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും ഫലവത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പേളിമാണിയാണ് ഇപ്പോൾ എയറിലായിരിക്കുന്നതെന്ന് തന്നെ പറയാം. കാരണം ഇൻസ്റ്റയിലൊക്കെ നിലംതൊടാതെ പറപ്പിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ നമ്മളിപ്പം പേളിമാണി ഇപ്പം എന്ത് ചെയ്തിട്ടാണ് എയറിലായത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രക്ഷോഭത്തിൽ ഒരുപാട് പേര് അനുകൂലിച്ചും ഒരുപാട് പേര് മിണ്ടാതെയും ഒരുപാട് പേര് ആരുടെയും പക്ഷത്ത് നിൽക്കാതെയും ഒക്കെ സംസാരിച്ചപ്പോൾ രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ള, ജാൻമണിയെ പോലെയുള്ള, ഒരുപാട് വിസ്മയ മോഹൻലാലിനെ പോലെയുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് തങ്ങളുടെ അഭിപ്രായം തുറന്നു പറഞ്ഞ് അവിടെ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു അല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പേളിമാണിയെ പോലെ ഇത്രയും ഫോളോവേഴ്സുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസർ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ള ക്വസ്റ്റ്യൻ സ്വാഭാവികമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻ്റ് ഇടുമ്പം ആളുകൾക്ക് അറിയേണ്ടത് പേളിമാണിയുടെ അഭിപ്രായമായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പേളിമാണി ഒരഭിപ്രായം പറയും. പേളിമാണി പറയുന്നത് ഒരിക്കലും ഈ കമൻ്റ് ഇടുന്നവരുടെ ആഗ്രഹമോ അല്ലെങ്കിൽ കമൻ്റ് ഇടുന്നവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അഭിപ്രായമോ ആവണമെന്നില്ല. പറയുന്നത് പേളിമാണിയുടെ അഭിപ്രായം മാത്രമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം, ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നത് എത്ര സത്യമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പേളിമാണി മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, ഇത്രയും പ്രശ്നമാവില്ലായിരുന്നു അല്ലേ. അപ്പം പേളിമാണിയുടെ അഭിപ്രായം അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം ഉണ്ടായിരുന്ന എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു അഭിപ്രായം പറഞ്ഞപ്പോൾ ആ അഭിപ്രായം ഒരുപാട് പേർക്ക് ഹർട്ടാവുകയോ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാതെ പോവുകയോ ഒരുപാട് പേർക്ക് നിരാശ ഉണ്ടാക്കുകയോ ഒരുപാട് പേർക്ക് ദേഷ്യം ഉണ്ടാക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടായി. ഞാനിപ്പോൾ അത് ചിന്തിക്കുമ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ പേളിമാണി അഭിപ്രായം പറഞ്ഞത് അല്ലെങ്കിൽ ന്യായമായ രീതിയിലാണോ അഭിപ്രായം പറഞ്ഞത്, അങ്ങനെ പറയണമെന്നാണോ ഞാൻ ആഗ്രഹിച്ചത്, അതൊന്നും അവിടെ ഒരു വിഷയമല്ല. കാരണം ഞാനെന്ന വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ പെരുമാറാനോ പറയാനോ ഒന്നുമല്ല പേളിമാണി എന്ന വ്യക്തി ഇരിക്കുന്നത് അല്ലേ. പേളിമാണി സംസാരിക്കുന്നത് പേളിമാണിയുടെ അഭിപ്രായങ്ങളാണ് അല്ലെങ്കിൽ പേളിമാണിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളാണ്. എപ്പോഴും സോഷ്യൽ മീഡിയ ട്രെൻഡിനനുസരിച്ചോ മെജോറിറ്റിയുടെ അഭിപ്രായത്തിനനുസരിച്ചോ ഒന്നും ആയിരിക്കണം എന്നില്ല പലരുടെയും അഭിപ്രായങ്ങളും പലരുടെയും ചിന്താഗതിയൊക്കെ എപ്പോഴും. അതായത് ഇപ്പോൾ ഒരു സമയത്ത് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയുടെ മെജോറിറ്റിയുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ ചില കാര്യങ്ങളിൽ ഒത്തു വന്നേക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മളെ ഒരുപാട് ആഘോഷിക്കുകയും ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മെജോറിറ്റിയുടെ അഭിപ്രായത്തിനോട് ഒത്തു നിൽക്കാത്തപ്പം ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു നിമിഷം മതി എന്ന് പറയില്ലേ. അതായത് ആ തലയിൽ വെച്ചുകൊണ്ട് നടന്നവരെല്ലാം ഒറ്റയടിക്ക് താഴെ ഇടാനും ആ ഒരൊറ്റ നിമിഷം മതി. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെലിബ്രിറ്റീസ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ
അധികം പേരും മിണ്ടാതെ കണ്ടില്ലെന്ന് നടിച്ച് മുമ്പോട്ട് പോയി. ഇപ്പം നമ്മളിപ്പോൾ മമ്മൂക്ക, ലാലേട്ടനൊക്കെ പ്രതികരിച്ചില്ല, എന്തുകൊണ്ടാണ് അവരുടെ അഭിപ്രായം പറയാത്തത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് അവർക്ക് അവരുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, അവരായിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം പേളിമാണി പറഞ്ഞതിൽ തന്നെ സ്റ്റുഡൻസിന് എതിരായിട്ട് സംസാരിച്ചില്ല, സ്റ്റുഡൻസിനോടുള്ള സിമ്പതിയും ഇപ്പോൾ നടക്കുന്ന പ്രശ്നത്തോടുള്ള അനുഭവവും ഒക്കെ അതിൽ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ കൂടെ അവർ അത് സേഫായിട്ടിരിക്കണം, കുട്ടികൾ സേഫായിട്ടിരിക്കണം, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ പോകണമെന്ന് പറയുമ്പം അവിടെ നമ്മൾ ഈ കേൾക്കുന്നവർ അതെ ആ പ്രൊട്ടസ്റ്റിനെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വിചാരിക്കും, ഇങ്ങനെയല്ലല്ലോ ഞാൻ വിചാരിച്ചു, പേളിമാണി രഞ്ജിനി ഹരിദാസൊക്കെ ചെയ്ത പോലെ തന്നെ ഏറ്റവും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട വ്യക്തിയല്ലേ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട വ്യക്തിയല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ പേളിമാണിക്ക് ഈ രീതിയിലാണ് ഈ പ്രശ്നത്തോട് സംസാരിക്കാൻ തോന്നുന്നത്, ഈ രീതിയിലാണ് അവരുടെ അഭിപ്രായം ഉള്ളത്. അതിലിപ്പം സമൂഹം എന്തിനാണ് ഇത്രത്തോളം അവരെ കല്ലെറിയുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ അഭിപ്രായം ചോദിക്കരുത്. അവരുടെ അഭിപ്രായം ഇന്നത് തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ അവരോട് അഭിപ്രായം എന്തിനാണ് ചോദിക്കുന്നത്? അഭിപ്രായം ചോദിക്കുമ്പോൾ അവരുടെ അഭിപ്രായം പറയും അല്ലേ? ഓക്കെ, തിരിച്ച് അതിന് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ എന്തോ ഒരു ഇത്രയും വലിയ രീതിയിൽ എയറിലാകും എന്നൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ എയറിലായാലും തങ്ങൾക്ക് പറയാനുള്ളത് പറയും, അല്ലെങ്കിൽ തങ്ങളുടെ ചിന്താഗതി ഷെയർ ചെയ്യും, തങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരും ഇതിനിടയിലുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ റോബിൻ, അഖിൽ മാരാർ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ നിലപാടുകൾ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാകുമെന്നോ എയറിലാകുമെന്നോ സ്പേസിലാകുമെന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ഞാനിങ്ങനെ ചിന്തിക്കണം, ഒരൊറ്റ രാത്രി കൊണ്ട് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്യുന്നവർ, ഇത്രയും കാലം പിന്തുണച്ചിരുന്നവർ ഒരൊറ്റ അഭിപ്രായത്തിൻ്റെ മേലെ ഇത്രയും മോശമാണെന്ന് എഴുതി തള്ളുക. അതായത് 5.7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നതിന് ഇപ്പം 4.6 മില്യൺ ഫോളോവേഴ്സിലേക്ക് കുറയാന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നും അല്ല ഉണ്ടാവേണ്ടത്. നമ്മൾ ഫോളോ ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സെലിബ്രിറ്റീസും എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ചിന്തിക്കണമെന്നോ പെരുമാറണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ അഭിപ്രായം പറഞ്ഞതിൻ്റെ, അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഒറ്റയടിക്ക് ഇട്ടിട്ട് പോവുകയും ഞങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ജീവിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അവരും ഇൻഡിവിജ്വൽസാണ്, അവരവരുടെ അഭിപ്രായമാണ് അല്ലേ. അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യമുള്ളവരാണ്. ഇൻഫ്ലുവൻസേഴ്സോ സെലിബ്രിറ്റീസോ ഒക്കെ ആയി പോയതുകൊണ്ട് അവരൊരു മനുഷ്യരല്ലാതാവുന്നില്ലല്ലോ. നമ്മളെപ്പോലെയൊക്കെയുള്ള ഓരോരുത്തരെയും പോലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, അവർക്ക് വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ടാവാം, അവർക്ക് വ്യക്തിപരമായ ചിന്താശേഷിയുണ്ട്. നമ്മുടെയൊക്കെ ഇടയിലില്ലേ വ്യത്യസ്തമായ രാഷ്ട്രീയമുള്ളവർ, വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ, എല്ലാ കാര്യങ്ങളും ഉള്ളവരും. അതുപോലെ തന്നെയാണ് സെലിബ്രിറ്റീസിലും. ഇപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ വില്ലന്മാർ നായകന്മാരാകുന്നു, നായകന്മാർ വില്ലന്മാരാകുന്നു എന്നൊക്കെ പറയുമ്പം അതിലൊന്നും കാര്യമില്ല. അതായത് ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒരൊറ്റ പ്രസ്താവനയുടെ പേരിലോ ഒരൊറ്റ ദിവസത്തിൻ്റെ കാഴ്ചപ്പാടിലോ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നടത്തുന്ന ഈ പ്രക്ഷോഭത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൂർണ്ണ പിന്തുണയാണുള്ളത്. അവർക്ക് സപ്പോർട്ടും അവർക്ക് ഈ ഒരു പ്രക്ഷോഭം വിജയിക്കേണ്ട ആവശ്യകതയും എല്ലാം ഉണ്ട്. കൂടെ തന്നെ അവരുടെ ആ സേഫ്റ്റിയെക്കുറിച്ചുള്ള കൺസേണും നമുക്ക് പൊതുസമൂഹത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സമരങ്ങൾ പോലെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങൾ, ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയും. അതുപോലെ PSC ക്രമക്കേടുകൾ അല്ലേ, PSC പിൻവാതിൽ നിയമനങ്ങൾ, പിന്നെ അങ്ങനെ ഒരുപാട് പേര്, അവരിലൊക്കെ ഒരുപാട് പേര് PSC ലിസ്റ്റിലൊക്കെ വന്നിട്ട് ലാസ്റ്റ് ചാൻസ്, ഇനിയൊരു ചാൻസ് ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ്, കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സമരങ്ങൾ, അപ്പോൾ ഒരുപാട് പ്രക്ഷോഭങ്ങൾ, അതിനൊക്കെ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ട്. അതിലെല്ലാം ഇതിന് കിട്ടിയ സപ്പോർട്ട് പോലെ തന്നെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് ഇതുപോലെയുള്ള സാമൂഹിക പ്രസക്തിയുള്ള അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല വിഷയങ്ങളിലും എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കട്ടെ എന്നും അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.